നാളെ നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകും. ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും നല്ലൊരു സംവിധാനമാണ് ജനാധിപത്യ സംവിധാനം. ചില രാജ്യങ്ങളിലെ ജനങ്ങൾ ഇതേപോലെ ഒരു സംവിധാനത്തിന് വേണ്ടി വളരെയധികം മോഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കത് സാധിക്കാതെ പോകുന്നു. കാരണം നിലവിലിരിക്കുന്ന ഭരണ സംവിധാനം ഒരു കുലുക്കവുമില്ലാതെ, അവരുടെ എതിർപ്പിനെ ഭാവിക്കാതെ എതിർക്കുന്നവരെ കൊന്നുതള്ളുന്നൊരു സംവിധാനം. അത് കാരണം ആ രാജ്യത്തിലെ പല രാജ്യങ്ങളുടെയും മോഹങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ മോഹങ്ങൾ നടക്കാതെ പോകുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്ത് കൃത്യമായി അതിൻ്റേതായ സമയത്തിൽ ഇലക്ഷൻ എന്നൊരു സംവിധാനം വരികയും എല്ലാവർക്കും ഭരിക്കാൻ ഒരു അവസരമുണ്ടാകുകയും ചെയ്യുന്നു. എനിക്കും നിങ്ങൾക്കും സഹോദരങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും നല്ലത് പ്രവർത്തിക്കാൻ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാലാക്കാൻ, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ കഴിവുള്ളവർക്ക് സ്ഥാനങ്ങളിലെത്താൻ അവസരമുണ്ട്. നമ്മൾ നമുക്ക് നിലവിലിരിക്കുന്ന സംവിധാനത്തിനെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ ഭരണം മാറി മാറി വരണം. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഭരിക്കാൻ അവസരം കിട്ടുന്നു. പുതിയ പുതിയ കഴിവുള്ളവർ നമ്മുടെ ഭരണതലപ്പത്ത് വരികയും നല്ല ക്ഷേമ പ്രവർത്തനങ്ങളും നല്ല ഭരണവും നല്ല ആശയങ്ങളും നല്ല വികസനങ്ങളും ഭൂമിയെ ഒരു സ്വർഗമാക്കി മാറ്റാൻ, നമ്മുടെ രാജ്യത്തെ ഒരു സ്വർഗമാക്കി മാറ്റാൻ, നമ്മുടെ സംസ്ഥാനത്തെ ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിവുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവർക്കും അവസരം കൊടുക്കുന്നതിന് ശരിക്കും ഒരു ജനാധിപത്യമെന്നോ ഒരു ഡെമോക്രസി എന്നോ പറയുന്നത് എല്ലാ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ ഭരണ സംവിധാനം, ഭരണസമിതി, ഭരണാധികാരികൾ മാറി മാറി വരണം. ഒരാൾ മാത്രം ഭരിക്കുന്ന ഒരു സംവിധാനം ശരിക്കും നല്ലതാണെന്ന് എൻ്റെ ബുദ്ധിക്ക് തോന്നുന്നില്ല. ഇത് കേൾക്കുന്നവർക്ക് വിരോധം ഉണ്ടാകുന്നവരുണ്ടാകാം, മാനസിക പ്രയാസങ്ങളുണ്ടാകുന്നവരുണ്ടാകാം. എന്നാലും എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ സംസാരിച്ചു. ദേഷ്യം തോന്നുന്നവരുണ്ട്, എനിക്കറിയാം. ആരോടും വൈരാഗ്യമോ ഒന്നും കൊണ്ടല്ല. എനിക്കങ്ങനെ ഒരു സ്ഥിരമായ പാർട്ടിയുമില്ല. ഞാൻ നോക്കുന്നത് നമ്മുടെ ഭരണഘടന നല്ലതായതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതേ പ്രകാരം എല്ലാ നമ്മുടെ സഹോദരങ്ങൾക്കും ഭരിക്കാനൊരവസരം കൊടുക്കുക. അതിന് ഭരണം മാറി മാറി വന്നാൽ മാത്രമേ അങ്ങനെ ഒരു അവസരം ഉണ്ടാവൂ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം.
ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ബൈ.